അപ്പോൾ ഇന്ന് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററിയുടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ ബാലൻസ് ഷീറ്റും ഇങ്ങനെ എന്താണ് ഐറ്റംസും അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉള്ള ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ റെക്കോർഡിൽ എഴുതുന്നതെന്നാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ മൊത്തത്തിലൊന്ന് ഓടിച്ച് നോക്കാം. ആദ്യം ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇത് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററി ആയിട്ട് ക്വസ്റ്റ്യൻ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കിയേ? സ്റ്റോക്കിൻ്റെ ഐറ്റം നമ്മൾ ഇത്തരം ഐറ്റംസ് നമ്മൾ കണ്ടോ, ഇത്ര ഐറ്റംസ് കണ്ടു, ഇങ്ങനെ പെറുക്കി പെറുക്കി തന്നേക്കുന്ന കണ്ടപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററി ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അതിന് ശേഷം എന്താണ് ബാക്കിയുള്ള ഐറ്റംസും കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനി ക്രിയേറ്റ് ചെയ്യുക ആസ് യൂഷ്വൽ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കമ്പനി ക്രിയേഷൻ, അതിൻ്റെ പാത്തും എഴുതുക. ഗേറ്റ് വേ ഓഫ് ടാലി, ഗേറ്റ് വേ ഓഫ് ടാലിന്ന് Alt+F3 പ്രസ് ചെയ്യുക. അപ്പോൾ ഏത് സ്ക്രീൻ വരും? കമ്പനി ഇൻഫോ മെനുവിൽ വരും. കമ്പനി ഇൻഫോ മെനു, അതിൽ നിന്ന് ക്രിയേറ്റ് കമ്പനി കൊടുക്കുക. ക്രിയേറ്റ് കമ്പനി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന, എന്നാലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ലെഡ്ജർ, അതായത് ലെഡ്ജർ ക്രിയേഷൻ ചെയ്യുക, നടത്തുക. അതിൻ്റെ ലൊക്കേഷൻ എഴുതുക. ഞാൻ ലൊക്കേഷൻ പ്രത്യേകിച്ച് എഴുതുന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടി ഇത് കാണിച്ചു തരുന്നേ ഉള്ളൂ. കാരണം ഒത്തിരി പ്രാവശ്യം നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലി അക്കൗണ്ട്സ് ഇൻഫോ ലെഡ്ജർ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ക്രിയേറ്റ്. അപ്പോൾ ആ ഇത് നമ്മൾ എഴുതുക. അതിനുശേഷം കോളം വരയ്ക്കുക. കോളം വരച്ച് 3 കോളമാണെന്നറിയാമല്ലോ. നെയിം അണ്ടർ ഓപ്പണിംഗ് ബാലൻസ്, നെയിം അണ്ടർ ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ്. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ ഈ സ്റ്റോക്ക് എന്നുള്ള ഐറ്റം ലെഡ്ജറിൻ്റെ അവിടെ ഇനി വരുത്തേണ്ട കാര്യമില്ല, അത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഐറ്റത്തിൻ്റെ നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും. അപ്പം ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ള ഐറ്റത്തിന് ഓപ്പണിംഗ് ബാലൻസ് ഇട്ട് നമ്മൾ ചെയ്യും. ബാലൻസ് ഷീറ്റ് ഇല്ലാത്ത വാക്കുകളുണ്ടെങ്കിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ പർച്ചേസസ് സെയിൽസ് ഒക്കെ ചിലപ്പോൾ കാണും, വേജസ് സാലറി ഒക്കെ കാണും. അത് ജസ്റ്റ് പേരും അണ്ടറും മാത്രം നമ്മൾ എഴുതിയിടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ക്യാപിറ്റലിൻ്റെ അണ്ടർ എന്താണ്? ക്യാപിറ്റൽ തന്നെ, എമൗണ്ട് 25,000. അടുത്ത റിസോഴ്സിൻ്റെ അണ്ടർ റിസോഴ്സ് തന്നെ, എമൗണ്ട് 10,000. അടുത്ത ജെയ്ക്കിൻ്റെ അണ്ടർ എന്താണ്? സൺട്രി ക്രെഡിറ്റർ, എമൗണ്ട് 2,000. അടുത്ത ജോസിൻ്റെ അണ്ടറും സൺട്രി ക്രെഡിറ്റേഴ്സ്, എമൗണ്ട് 5,000. അങ്ങനെ നമ്മൾ എഴുതി പോവുകയാണ്. അപ്പോൾ ഇത്ര ഞാൻ ഇങ്ങോട്ട് എഴുതി. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ, എമൗണ്ട് 25,000. അങ്ങനെ പിന്നെ അസറ്റ് സൈഡിലെ കുറച്ച് ഐറ്റംസ്, ഫർണിച്ചർ ഉണ്ട്, എക്യുപ്മെന്റ് ഉണ്ട്, സ്റ്റോക്ക് വേണ്ട നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ക്യാഷ്. അപ്പോൾ ഫർണിച്ചർ അണ്ടർ ഫിക്സഡ് അസറ്റ്, എമൗണ്ട് 20,000. എക്യുപ്മെന്റ്സ് അണ്ടർ ഫിക്സഡ് അസറ്റ് തന്നെ, എമൗണ്ട് 7,000. ക്യാഷ് ഇൻ ഹാൻഡ് 5,000. അപ്പം ബാലൻസ് ഷീറ്റിൽ ഉള്ളതിന് ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ നമ്മൾ എഴുതി. ഇനി ഇല്ലാത്തത് നമ്മൾ ജേർണൽ എൻട്രി പറഞ്ഞു നോക്കിയിട്ട് ഇതിൽ വരാത്ത ഐറ്റംസ് ഉണ്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടും എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആദ്യത്തെ പറഞ്ഞു നോക്കുക. ക്യാഷ് പെയ്ഡ് ടു ജെയ്ക്ക് ആൻഡ് ജോസ്, ജെയ്ക്ക് അക്കൗണ്ട് അറ്റ് ജോസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അപ്പം ജെയ്ക്കും ജോസും ഓൾറെഡി ഉണ്ട്, ജെയ്ക്കും ജോസും ഉണ്ട്, ക്യാഷും ഉണ്ട്, അപ്പോൾ അത് വേണ്ട. അടുത്ത 15 ഡസൻസ് ഓഫ് ടൂത്ത് പേസ്റ്റ് ₹300 പർച്ചേസ്ഡ് ബൈ ജെയ്ക്ക്. അപ്പം ജേർണലിൻ്റെ പർച്ചേസസ് അക്കൗണ്ട് അറ്റ് ടു ജെയ്ക്ക് ഓൾറെഡി ഉണ്ട്, ഉണ്ടോ? ജെയ്ക്ക് ഉണ്ട്. പർച്ചേസസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എഴുതി. അടുത്ത പർച്ചേസസിൻ്റെ അണ്ടർ എന്താണ്? പർച്ചേസസ് തന്നെ. എമൗണ്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നേക്കുന്നതുകൊണ്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി, എമൗണ്ട് എഴുതേണ്ട ആവശ്യമില്ല. അടുത്തതും സെയിം തന്നെ, പർച്ചേസസും ജോസും. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് അറ്റ് ടു ജോസ്, പർച്ചേസസും ഉണ്ട്, ജോസും ഉണ്ട്. അടുത്ത 15/1 സോൾഡ് ടു എക്സ് ട്രേഡേഴ്സ്. അപ്പം ജേർണലിൻ്റെ എങ്ങനെ വരുന്നത്? എക്സ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്ന് വരും. എക്സും ഇല്ല, സെയിൽസും ഇല്ല. അപ്പോൾ അത് രണ്ടും നമ്മൾ എഴുതണം. അപ്പോൾ അടുത്ത നമ്മൾ സെയിൽസ് എഴുതി. സെയിൽസിൻ്റെ അണ്ടർ സെയിൽസ് തന്നെ. പിന്നെ അടുത്ത് എക്സ് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം സോൾഡ് ടു എക്സ് ട്രേഡേഴ്സ് എന്നാണ്. അപ്പോൾ എക്സ് എന്നുള്ളത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് സൺട്രി ഡെറ്റർ ആണ്. അത് നിങ്ങൾ പഠിച്ചു വെച്ചോണം. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ആളാണെങ്കിൽ അത് സൺട്രി ക്രെഡിറ്ററും. ഇനിയിപ്പം പർച്ചേസസ് ഫ്രം എക്സ് ട്രേഡേഴ്സ് എന്നായിരുന്നു എഴുതുക. അപ്പം പർച്ചേസസ് ഫ്രം എക്സ് ട്രേഡേഴ്സ് എന്നായിരുന്നെങ്കിൽ പർച്ചേസസുമായിട്ട് ബന്ധപ്പെട്ട സൺട്രി ക്രെഡിറ്ററുമാണ്. അതൊന്ന് ഓർത്ത് വെച്ചോളുക. അപ്പോൾ ഇവിടെ സെയിൽസ് ആയതുകൊണ്ട്, സെയിൽസ് ടു എക്സ് ട്രേഡേഴ്സ് ആയതുകൊണ്ട് എക്സ് ട്രേഡേഴ്സ് അണ്ടർ സൺട്രി ഡെറ്റർ ആണ്. സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് സൺട്രി ഡെറ്റർ. ഇനി പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എക്സ് എന്നെങ്കിൽ സൺട്രി ക്രെഡിറ്റ്. ഇനി അടുത്തത് സോൾഡ് ടു വൈ ട്രേഡേഴ്സ്. സെയിൽസ് ഓൾറെഡി ഉണ്ട്, വൈ ഇല്ല. അപ്പം സോൾഡ് തന്നെയാണ്. അപ്പോൾ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് സൺട്രി ഡെറ്റർ തന്നെ. അടുത്ത ക്യാഷ് റിസീവ്ഡ് ഫ്രം എക്സ് വൈ, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു എക്സ് വൈ. ക്യാഷും ഉണ്ട്, എക്സും ഉണ്ട്, വൈയും ഉണ്ട്. അടുത്ത വേജസ് പെയ്ഡ്, സാലറി പെയ്ഡ്, സൺട്രി എക്സ്പെൻസസ്. ഇതൊന്നുമില്ല. അപ്പോൾ ഇത് 3 വേണം. വേജസ്, സാലറി, സൺട്രി എക്സ്പെൻസസ്. വേജസ് എന്നുള്ളത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, സാലറി എന്നുള്ളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്ത് സൺട്രി എക്സ്പെൻസ് എന്നുള്ളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇതോടെ ലെഡ്ജർ നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ അത്ര ലെഡ്ജർ നമ്മൾ ചെയ്തു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ വെച്ചിട്ടുള്ള സ്റ്റോക്ക് ഗ്രൂപ്പ്, യൂണിറ്റ്സ് ഓഫ് മെഷർ, സ്റ്റോക്ക് ഐറ്റം, ഈ 3 കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുക. സ്റ്റെപ്പ് 3 ക്രിയേഷൻ ഓഫ് സ്റ്റോക്ക് ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ പാത്തും നമ്മൾ എഴുതി. അതിന് ശേഷം ഈ ക്വസ്റ്റ്യനിലെ സ്റ്റോക്ക് ഗ്രൂപ്പ് ഏതൊക്കെയാണ്? സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പേരുകൾ കോമൺ ആയിട്ട് വരുന്നത്. കോൾഗേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടൂത്ത് പേസ്റ്റ്. അടുത്തത് ലെക്സും പിയേഴ്സും. അതിനെ കോമൺ ആയിട്ട് പറയുന്നത് എന്താണ്?
ലെക്സിനെ ബിയേഴ്സിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സോപ്പ്. അപ്പം അത് രണ്ടും ഇവിടുത്തെ സ്റ്റോക്ക് ഗ്രൂപ്പ്. അപ്പോൾ അത് രണ്ടും എഴുതി. നെയിമും അണ്ടറും എന്നുള്ള 2 ഹെഡേ ഉള്ളൂ. ആദ്യത്തെ ടൂത്ത് പേസ്റ്റും പിന്നെ പേസ്റ്റും, രണ്ടിൻ്റെ അണ്ടർ പ്രൈമറി തന്നെ. ഇനി അടുത്ത യൂണിറ്റ്സ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രിയേഷൻ ഓഫ് യൂണിറ്റ്സ് ഓഫ് മെഷർ. അതിൻ്റെ പാത്ത് എഴുതുക. ഗേറ്റ് വേ ഓഫ് ടാലി. ഇത് നിങ്ങൾ എഴുതുമ്പോൾ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. ഞാൻ ഇത് മൊത്തം എഴുതണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഷോർട്ട് ആക്കിയതേ ഉള്ളൂ. അപ്പം ഗേറ്റ് വേ ഓഫ് ടാലി, ഇൻവെൻട്രി ഇൻഫോ, യൂണിറ്റ്സ് ഓഫ് മെഷർ ക്രിയേറ്റ്. ടൈപ്പ് എന്നുള്ളത് എപ്പോഴും സിമ്പിൾ ആയിരിക്കും. സിമ്പിൾ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ ഏതാണ് യൂണിറ്റ് ഓഫ് മെഷർ എന്ന് നോക്കുക. തന്നിരിക്കുന്ന ഐറ്റം നമ്പറിലാണോ തന്നേക്കുന്നത്, കിലോ ആണോ, അങ്ങനെ എന്നതാണ് തന്നേക്കുന്നത് നോക്കാം. ഇവിടെ തന്നേക്കുന്നത് ഏതിലാണ്, ഡസണിലാണ്. ഇതേലും ഡസൺ, ഇതേലും ഡസൺ. അപ്പം ഇവിടുത്തെ യൂണിറ്റ്സ് ഓഫ് മെഷർ ഡസൺ ആണ്. ഡസൻ്റെ സ്പെല്ലിംഗ് സിമ്പിളാണ് DZ. അപ്പോൾ ഇവിടെ ഡസൺ തന്നെ കൊടുക്കുക. ഇനി അടുത്ത സ്റ്റോക്ക് ഐറ്റംസ്. അപ്പോൾ നമ്മൾ ക്രിയേഷൻ ഓഫ് സ്റ്റോക്ക് ഐറ്റം എഴുതി, അതിൻ്റെ പാത്ത് എഴുതി. ഗേറ്റ് വേ ഓഫ് ടാലി, ഇൻവെൻട്രി ഇൻഫോ, സ്റ്റോക്ക് ഐറ്റം, സിംഗിൾ ഓർ മൾട്ടിപ്പിൾ, ക്രിയേറ്റ്. അപ്പം 4 കോളമാണ്. നെയിം, അണ്ടർ, യൂണിറ്റ്, എമൗണ്ട്. ഇത്ര എഴുതിയതിന് ശേഷം ഈ ക്വസ്റ്റിനിൽ സ്റ്റോക്ക് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഏതാണ്, കോൾഗേറ്റ്. രണ്ടാമത്തെ ലെക്സ് ഇന്റർനാഷണൽ. മൂന്നാമത്തെ പിയേഴ്സ്. ഐറ്റംസ് ഏതൊക്കെയാണ് ക്വസ്റ്റിനെ തന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നെയിമിൻ്റെ അവിടെ കോൾഗേറ്റ് എന്ന് കൊടുത്തു. കോൾഗേറ്റ് അണ്ടർ ഏതാണ്, അതിൻ്റെ ഗ്രൂപ്പ് ഏതാണ്, ഗ്രൂപ്പ് ഏതാ, ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റ്. യൂണിറ്റ് എന്താണ്, ഡസണിലല്ലേ തന്നേക്കുന്നത്. ക്വസ്റ്റിനിലെ എമൗണ്ട് നോക്കുക, 5000. അങ്ങനെ ബാക്കി 2 എണ്ണം എഴുതുക. അപ്പോൾ അടുത്ത ലെക്സ് എഴുതി. അണ്ടർ സോപ്പ് ഡസൺ 2000, പിയേഴ്സ് സോപ്പ് ഡസൺ 3000. അപ്പോൾ ഈ 3 സ്റ്റെപ്പ്, അതായത് സ്റ്റോക്ക് ഗ്രൂപ്പ്, യൂണിറ്റ്സ് ഓഫ് മെഷർ, സ്റ്റോക്ക് ഐറ്റം, ഇത് 3ഉമാണ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ആയിട്ട് വരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ നമ്മുടെ അക്കൗണ്ടിൽ വൗച്ചേഴ്സ്, ജേർണൽ എൻട്രീസ് എഴുതുവാണ്. അപ്പം അടുത്ത സ്റ്റെപ്പ് എത്രയായിട്ട് വരും, സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞ് എഴുതുക. ക്രിയേഷൻ ഓഫ് വൗച്ചേഴ്സ്, അതിൻ്റെ പാത്തും എഴുതുക. ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്നും എഴുതുക. എന്നിട്ട് ഈ കോളം വരയ്ക്കുക. നിങ്ങൾ നന്നായിട്ട് സ്കെയിലും പെൻസിലൊക്കെ വെച്ച് വരച്ചോണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്കെയിലില്ല, കൊച്ചു സ്കെയിൽ എടുത്തുകൊണ്ട് പോയിട്ട് എവിടെയോ കൊണ്ട് കളഞ്ഞു, ഒന്ന് തപ്പി എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സ്കെയിലും പെൻസിലും കൊണ്ടൊക്കെ വരച്ചോണം. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഏതാണെന്ന് നോക്കുക. 5-1 ക്യാഷ് പെയ്ഡ് ടു ജെയ്ക്ക് ആൻഡ് ജോസ് 1000 and 2000. അപ്പം ജേർണൽ എൻട്രി എന്താണ്, ക്യാഷ് പെയ്ഡ് എന്ന് പറയുമ്പോൾ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. അപ്പം ജെയ്ക്ക് ആൻഡ് ജോസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. അപ്പം നമ്മുടെ കോളംസ് എഴുതുക. ഇനി നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഏതാണെന്ന് നോക്കുക, ക്യാഷ് പെയ്ഡ് ടു ജെയ്ക്ക് ആൻഡ് ജോസ്. അപ്പം ജെയ്ക്ക് ആൻഡ് ജോസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്, അത് നമ്മൾ ഇവിടെ എഴുതി. അപ്പോൾ ഒന്നാമത്തെ എഴുതി, ജേർണൽ എൻട്രി എഴുതി. പേയ്മെൻറ്റ് ആയതുകൊണ്ട്, പെയ്ഡ് എന്നായതുകൊണ്ട് വൗച്ചർ ടൈപ്പ് പേയ്മെൻറ്റ് കീ F5. അടുത്ത രണ്ടാമത് നോക്കുക. 15 ഡസൻസ് ഓഫ് ടൂത്ത് പേസ്റ്റ് ₹300 പെയ്ഡ് ടു ജെയ്ക്ക്. അപ്പം ജേർണൽ എൻട്രി എഴുതുമ്പം ഡേറ്റ് കൊടുക്കുക, പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു ജെയ്ക്ക് എന്ന് കൊടുക്കുക. എമൗണ്ട് എഴുതുമ്പം ഇത് ഇൻറ്റു ചെയ്തിട്ട് വേണം എഴുതാൻ. 15 × 300, അതായത് 15 ഡസൺ. ഒരെണ്ണത്തിന് ഒരു ഡസന് 300 രൂപ വെച്ച് 15 ഡസൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 300 × 15. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ എന്താണ്, ജോസിൻ്റെ ആണ്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു ജോസ് എന്ന് കൊടുക്കുക. എമൗണ്ട് എഴുതുമ്പോൾ 10 × 420 എന്ന് കൊടുക്കുക. ഇതിനെല്ലാം നിങ്ങൾ എഴുതുമ്പോൾ നരേഷൻ എഴുതിക്കണം കേട്ടോ. ക്യാഷ് പെയ്ഡ് ടു ജെയ്ക്ക്, പർച്ചേസ്ഡ് ഫ്രം ജെയ്ക്ക്. ഇനി പർച്ചേസ്ഡ് ഫ്രം ഒരു ജോസ് കൂടെ ആ സെയിം സെൻറ്റൻസിലുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ വരും. പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു ജോസ്. എമൗണ്ട് എങ്ങനെ വരും, 420 × 10, 5700 കേട്ടോ. 4200 വരും. ഇവിടെ 4200 വരും. ഇതും പർച്ചേസ് തന്നെ, ഇത് F5. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതിൻ്റെ എല്ലാം കൊടുക്കുക. സോൾഡ് ടു എക്സ്ട്രേഡേഴ്സ്. അപ്പോൾ എക്സ്ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്. 12 × 475 എമൗണ്ട് നോക്കുക. 8 × 360 എമൗണ്ട് നോക്കുക. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇതുകൂടെ വേണം ഒന്ന് എഴുതി കാണിക്കാം. അപ്പം എങ്ങനെ വരും, എക്സ്ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് എന്ന് കൊടുക്കുക. എമൗണ്ട് 475 × 12 എത്രയാണെന്ന് നോക്കുക. അതുപോലെ 360 × 8 എത്രയാണെന്ന് നോക്കുക. ഇതിൻ്റെ എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് എത്രയാണ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇവിടെ കാണിക്കാം. ചെയ്യിപ്പിക്കാം. ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഇവിടെ എഴുതുക. സെയിൽസ് എന്ന് കൊടുക്കുക. സെയിൽസിൻ്റെ കീ കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതും എഴുതി പോകുക. ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ റിപ്പോർട്ട്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ട്സ് ഇൻ ടാലി. അപ്പോൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഡിസ്പ്ലേ ചെയ്യുന്ന രീതിക്കും എഴുതുക.